യുക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി യുക്രൈൻ തലസ്ഥാനമായ കീവ് വിടാൻ വിദേശ പൗരന്മാർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കർശന മുന്നറിയിപ്പ് നൽകി റഷ്യ. ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ വരും ദിവസങ്ങളിൽ കനത്ത ആക്രമണം ഉണ്ടാകുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണ പരമ്പരയ്ക്കാണ് റഷ്യ ഇപ്പോൾ യുക്രൈൻ തലസ്ഥാനത്ത് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിവരുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിദേശികൾക്ക് ഈ രാജ്യം വിടാനുള്ള അന്ത്യശാസനം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങളാണ് ഇത്തവണ മോസ്കോ യുദ്ധഭൂമിയിൽ ഇറക്കിയിരിക്കുന്നത്. യുക്രൈൻ നഗരങ്ങളെ തകർക്കാൻ റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയതും മാരകവുമായ മിസൈൽ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ കീവിൽ റഷ്യ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ 25ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. റഷ്യയുടെ ഏറ്റവും പുതിയ മധ്യദൂര ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈലായ ഒറേഷ്നിക് ഉപയോഗിച്ചായിരുന്നു റഷ്യ യുക്രൈൻ നഗരങ്ങളെ ഒന്നടങ്കം നടുക്കിയത്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകളെ തടുക്കാൻ നിലവിലത്തെ യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നത് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനു പുറമെ 100-ലധികം മിസൈലുകളും 600ഓളം ഡ്രോണുകളുമാണ് റഷ്യ ഈ ആസൂത്രിത ആക്രമണത്തിനായി ഒരൊറ്റ ഘട്ടത്തിൽ മാത്രം ഉപയോഗിച്ചത്.